നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ഒരു മാസക്കാലത്തെ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ പരിശോധിക്കാം. ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മിഥുനത്തിൽ വ്യാഴം, ശുക്രൻ, കർക്കിടകത്തിൽ രവി, ബുധൻ, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ ചൊവ്വ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി എന്നിങ്ങനെയാണ്. എന്നാൽ ഓഗസ്റ്റ് 17-ന് ആദിത്യനും ഓഗസ്റ്റ് 30-ന് ബുധനും കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. ഓഗസ്റ്റ് 21-ന് ശുക്രൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് ഓഗസ്റ്റ് മാസത്തിൽ 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരുടെ ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന സമയം, ജനന തീയതി എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാമെങ്കിലും ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. ധനമിടപാടുകളിൽ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിരുന്ന ജോലി തിരികെ ലഭിക്കാനാകും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ഇപ്പോഴുണ്ടായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി വരുന്നതുമാണ്. വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും ഇടയാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ നികത്തി ലാഭകരമാക്കാനാകും. ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. സർക്കാർ സംബന്ധമായ മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ്. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രണയിതാക്കൾക്കും ഗുണകരമാണ്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. ആശയവിനിമയം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വീട് പുതുക്കി പണിയുന്നതിനും പുതിയത് വാങ്ങുന്നതിനും ഭൂമി സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. വാഹനം മാറി വാങ്ങാനും സാഹചര്യങ്ങൾ ഒരുങ്ങും. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും. ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നതിനും പലവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാനും ആകും. കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുന്നതാണ്. വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കർമ്മരംഗത്ത് പ്രമോഷൻ, അംഗീകാരം എന്നിവ ലഭിക്കുന്നതാണ്. ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. രണ്ടാം പകുതിയേക്കാൾ ഒന്നാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. ഉയർന്ന തൊഴിൽ തന്നെ ലഭിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും അനുകൂലമാണ്. ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാനാകും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂല മാസക്കാലമാണ്. ആശയക്കുഴപ്പങ്ങൾ വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുവാനിടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനാകും. വീട് പുതുക്കി പണിയുന്നതിനും
വാഹനം മാറി വാങ്ങുന്നതിനും അവസരം ഒരുങ്ങുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ഇടയിൽ ബന്ധം ഊഷ്മളമായിരിക്കും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ചില അനിഷ്ടതകൾ വന്നുപെടാനിടയുണ്ട്. ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെങ്കിലും മാനസിക പിരിമുറുക്കം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ലളിതാ സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂറ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും ധനസ്ഥിതി ഉയരുവാനും ഇടയുണ്ട്. തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാവുകയും തന്നെ അംഗീകരിക്കുന്നതുമാണ്. ധനച്ചിലവുകൾക്ക് നിയന്ത്രണം വേണ്ടിവരും. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾക്ക് ഇടയാകും. സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ഉള്ള ബിസിനസ് വിപുലീകരിക്കാനും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശനം ലഭിക്കാനും ഇടയാകും. വിവാഹാലോചനകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അനുയോജ്യമായവ തന്നെ വന്നു ചേരും. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. എന്നാൽ എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളിൽ കരുതലുകൾ ഉണ്ടാകണം. കുടുംബജീവിതവും സന്തോഷകരമാകും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും സുഖവും സന്തോഷവും കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ്. കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധിക്കുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനച്ചിലവുകൾ വർദ്ധിക്കും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധാലുക്കളായിരിക്കണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധയുണ്ടാകണം. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ വരുമാന വർധനവ് പ്രതീക്ഷിക്കാം. എന്നാൽ ശുഭചിലവുകളും വർദ്ധിച്ചു നിൽക്കും. എല്ലാ ധനമിടപാടുകളിലും ഒരു നിയന്ത്രണം ആവശ്യമായി വന്നേക്കാം. വിദേശ സഹായങ്ങളും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് ഗുണകരമാണ്. തൊഴിൽ മാറ്റം, ഉത്തരവാദിത്വ കൂടുതലുള്ള മേഖലയിലേക്ക് സ്ഥാനമാറ്റം, ചില ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. തൻ്റെ കഠിന പ്രയത്നത്തിന് ഫലം കാണാനാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്കും ഗുണകരമാണ്. പഠനകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തുന്നതിനും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതുമാണ്. വീട് പുതിയത് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സൗകര്യം ഒരുങ്ങും. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണപ്രദമാണ്. അച്ഛനും അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്നുപെടാൻ ഇടയുണ്ട്. പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാം. കുടുംബത്ത് ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. കുടുംബാംഗങ്ങൾക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നത് വഴിയും യാത്രകൾ വഴിയും ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം.
തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും മാനസിക പ്രയാസങ്ങൾ വന്നുപെടാനും ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അവസാന പകുതി ഗുണപ്രദമല്ല. നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ആദ്യ പകുതിയിൽ ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം, സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കാലതാമസം നേരിടുന്നതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ്. ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് ആശ്വാസമുണ്ടാകുന്നതാണ്. വിദേശ വിപണനം സാധ്യമാകും. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ടാകണം. പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ്. വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധിക്കും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. സഹായങ്ങളും പ്രതീക്ഷിക്കാം. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂല മാസക്കാലമാണ്. ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ തന്നെ കണ്ടെത്താനായി സാധിക്കും. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നിരുന്നാലും ദൈവാധീനം കൊണ്ട് എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. പിടിവാശി ഒഴിവാക്കുക. ആരോഗ്യകാര്യങ്ങളിലും ചില സുഖക്കുറവുകൾ അനുഭവപ്പെടാം. ടെൻഷൻസ് വർദ്ധിക്കും. നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. യാത്രകളിലും ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും കടുംപായസം സമർപ്പിക്കുകയും ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മന്ത്രം ഉരുവിടുകയും ചെയ്യുക. കന്നിക്കൂറ് ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാം. കർമ്മരംഗത്ത് നിന്നോ ബിസിനസ്സിൽ നിന്നോ ധനവരവ് പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ്. വ്യവഹാരങ്ങളിൽ വിജയിക്കാനാകും. ധനവരവ് ഉണ്ടാകുമെങ്കിലും സുഖച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് തിളങ്ങി നിൽക്കുന്നതാണ്. ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും അനുകൂലമാണ്. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും. വിദേശ തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും. ജീവിത പങ്കാളിക്കും ഉയർച്ചകൾ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനും ഇടയാകും. വീട് പുതുക്കി പണിയുന്നതിനും പുതിയത് വാങ്ങുന്നതിനും അവസരം ഒരുങ്ങും. വാഹനം മാറി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയക്കാലമാണ്. വിദേശ പഠനം സാധ്യമാകും. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. എങ്കിലും ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ്. വിവാഹകാര്യങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം. പ്രണയിതാക്കൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ ഉണ്ടായി വരുന്നതാണ്. രോഗശമനം ഉണ്ടാകാമെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതാണ്. മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്.
ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. തുലാക്കൂർ ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കും. ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വം കൂടുതലുള്ള മേഖലയിലേക്ക് സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. പുതിയ തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതാണ്. ഈ മാസത്തിൻ്റെ ഒന്നാം പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ ഗുണപ്രദം. വിദേശവുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളങ്ങാനാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഉന്നത പഠനത്തിനായി താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണെങ്കിലും അനുയോജ്യമായവ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ജീവിത പങ്കാളി വഴി ധനച്ചിലവുകൾ വന്നു ചേരും. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ചില കാലതാമസങ്ങൾ നേരിടും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. കലാ-സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെങ്കിലും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ചികിത്സകളും ആവശ്യമായി വന്നേക്കാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ദേവിക്ക് കടുംപായസം സമർപ്പിക്കുകയും ദേവി മഹാത്മ്യ പാരായണവും ഉത്തമമാണ്. വൃശ്ചികക്കൂർ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ ധനനേട്ടമുണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. വ്യവഹാരങ്ങളിൽ വിജയിക്കും. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. കർമ്മരംഗത്ത് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. പേരും പ്രശസ്തിയും ഉണ്ടാകും. എന്തോ ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ്. മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. തൊഴിലിടത്ത് സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കും അവ ലഭിക്കുന്നതാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ്. വിദേശത്ത് പോകാനായി വിസ സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവ മാറി വരുന്നതായി കാണാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. എല്ലാ കാര്യത്തിലും പുരോഗതിയും ലാഭവർധനവും ഉണ്ടാകും. വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും അവസരം ഒരുങ്ങും. അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ഉന്നത പഠനം സാധ്യമാകും. വിവാഹ കാര്യങ്ങൾക്ക് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ ഭേദപ്പെടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കുടുംബത്ത് സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ശ്വാസം മുട്ട് അനുഭവപ്പെടാം. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്. ചിലവുകൾ വന്നു ചേരും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാനാകും. ശുഭ ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും. അധികാരപ്രാപ്തി, പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്.
ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. വിദേശത്ത് പോകാനായി വിസ സംബന്ധമായ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവ പരിഹരിക്കപ്പെടുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തനങ്ങൾ രണ്ടാം പകുതിയിൽ കൂടുതൽ ഗുണപ്രദമാകും. വിവാഹകാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതാണ്. പ്രണയിതാക്കൾക്ക് ഗുണകരമാണ്. ധൈര്യപൂർവ്വം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും. വിദ്യാർത്ഥികൾക്കും അനുകൂല മാസക്കാലമാണ്. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും. മാനസിക പ്രയാസങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതിനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഇടയാകും. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും സാധ്യമാകും. വാഹനം മാറി വാങ്ങാനും അവസരം ഒരുങ്ങും. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. മാനസിക പിരിമുറുക്കം കുറയും. ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. ജീവിത പങ്കാളിയുടെയും അച്ഛൻ്റെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സ്കിൻ പ്രോബ്ലംസ്, അലർജി പ്രോബ്ലംസ് എന്നിവ അലട്ടാനിടയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് അഘോരമന്ത്രത്താൽ അർച്ചന, ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. ശനി ഗായത്രി ജപിക്കുന്നതും ഉത്തമമാണ്. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ധനാഗമനം ഉണ്ടാകും. എന്നാൽ ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. ദൂരയാത്രകളോ ആഡംബര ചിലവുകളോ ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതായി വരും. സഹപ്രവർത്തകരുടെ സഹകരണം ഗുണപ്രദമാകും. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. എല്ലാ കാര്യങ്ങളും നേരായ മാർഗത്തിലൂടെ ചെയ്യുന്നവർക്ക് ഏതൊരു സാഹചര്യത്തെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ബിസിനസ് രംഗത്തുള്ളവർക്ക് വിദേശ വിപണനം സാധ്യമാകും. മറ്റു ദൈനംദിന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടുന്നതാണ്. വിദ്യാർത്ഥികൾക്കാകട്ടെ പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. വീട് പുതുക്കി പണിയുന്നതിനും വസ്തു വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും. ശത്രുശല്യം ഉണ്ടാകുമെങ്കിലും ദൈവാധീനത്താൽ തരണം ചെയ്തു പോകാനാകും. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകുന്നതാണ്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധാലുക്കളായിരിക്കണം. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗത്താന്മാർക്ക് വിളക്ക് വയ്ക്കുകയും ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും. കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ധനച്ചിലവുകളും ഉണ്ടാകും. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ദൈവാധീനത്താൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും. കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും കാര്യങ്ങൾ താൻ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് നീങ്ങുന്നില്ലല്ലോ എന്നും തോന്നാം. എല്ലാ കാര്യത്തിലും മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ബിസിനസ് രംഗത്ത് സാമ്പത്തിക ഉന്നമനം ഉണ്ടാകും. ശത്രുക്കളെ ജയിക്കാനാകും. ലാഭവർദ്ധനവ് ഉണ്ടാകാനും ഇടയുണ്ട്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. കഠിന പ്രയത്നത്താൽ ഫലം കാണാനാകും.
വിദേശ വിപണനം സാധ്യമാകും. വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. പ്രണയിതാക്കൾക്ക് അനുകൂലമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. തർക്കങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. കടബാധ്യതകൾ വർദ്ധിക്കുവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. ശരീരത്തിന് സുഖക്കുറവ്, സ്കിൻ പ്രോബ്ലംസ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. ശാസ്താവിന് എള്ളുപായസം, ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 2025 ഓഗസ്റ്റ് മാസത്തിൽ വരുമാന സ്രോതസ്സുകളിൽ ശ്രദ്ധയുണ്ടാകണം. നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് ഉയർച്ച, സുഖാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകും. സ്വന്തം കഴിവുകളെ പ്രകടിപ്പിക്കാനാകും. അവയെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഇടയാകും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. വിദേശ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും അവസരങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നവർക്ക് അവ യഥാസമയത്ത് പൂർത്തീകരിക്കാനാകും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ ഉന്നത പഠനം സാധ്യമാകും. വിദേശ പഠനത്തിനായുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അകൽച്ചകൾ ഉണ്ടാകാനും ഇടയുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുചേരും. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതാണ്. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. സഹോദരങ്ങളും ബന്ധുക്കളുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതിനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഇടയാകും. ഉറക്കക്കുറവ്, ഭയം എന്നിവ മാറിക്കിട്ടുന്നതാണ്. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശനി ഗായത്രി ജപിക്കുന്നതും ഉത്തമമാണ്. ഇത്രയും കാര്യങ്ങളാണ് 2025 ഓഗസ്റ്റ് മാസത്തിൽ 27 നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ടത്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.